ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. CBI-6 മലയാളി കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ്. CBI-5 എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുക്കുന്ന ചിത്രമാണെന്ന് നമുക്കറിയാം. എന്തായാലും CBI സീരീസിൽ വീണ്ടും CBI-6 വരാൻ പോകുന്നു. ഇക്കുറി അത് നമുക്ക് ലഭിക്കുന്നത് ഗംഭീര അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു പഴയ ടീമിലാണോ പുതിയ ടീമിലാണോ ഈ ഒരു സിനിമ വരാൻ പോകുന്നതെന്നൊരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തിൽ മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ഒരു സിനിമയെ വരാൻ പോകുന്ന യൂത്ത് വിങ് ഇറങ്ങുന്നു, മമ്മൂട്ടിയെ ചേർത്ത് CBI-6 പഴയ ആ ഒരു ടീമിൽ നിന്ന് മാറുന്നു എന്നുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് മധുവിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം അദ്ദേഹം CBI-6 വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. എന്താണേലും ആര് ചെയ്തു കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് അത്യാവശ്യം നല്ല ഒരു കഥയാണെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ ഹിറ്റടിക്കാനുള്ള ഒരു സിനിമ തന്നെയാണ്. ഹിറ്റ് മാത്രമല്ല, ഇൻഡസ്ട്രി ഹിറ്റ്. ദൃശ്യം പോലെ, ജോർജ് കുട്ടിയെ പോലെ അതിന് മുകളിൽ നിൽക്കുന്ന കഥാപാത്രമാണ് സേതുരാമയ്യർ. സേതുരാമയ്യരെ എല്ലാവർക്കും ഇഷ്ടമാണ്. CBI-5 ഒന്ന് വൃത്തിക്കും മെനയ്ക്കും എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കേണ്ട ഒരു ചിത്രമായിരുന്നു. അത് അത്രത്തോളം മോശമാക്കിയ ഒരു സ്ക്രിപ്റ്റുമായി ഇറങ്ങിയെങ്കിൽ അതിന് പിന്നിൽ വളരെ മോശമായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു സിനിമയുടെ പേര് വെച്ചിട്ടായിരിക്കാം അങ്ങനെ തോന്നിയതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, ഭേദപ്പെട്ട നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യവും വേണ്ട, സിനിമ സൂപ്പറായിട്ടും ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഹിറ്റിന് മുകളിലേക്ക് പോകും. കാരണം അത്രത്തോളം മലയാളികൾ കാത്തിരിക്കുന്ന എണ്ണം പറയുന്ന ചിത്രങ്ങളിലൊന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രമാണ് CBI സീരീസ്. അപ്പോൾ വീണ്ടും സേതുരാമ അയ്യരായി മമ്മൂട്ടി വരുമ്പോൾ അതിനുവേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാവും. 2027 തുടക്കത്തിൽ CBI-6 റോൾ ഔട്ട് ആകുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. CBI-6 വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയാണ് നിങ്ങൾക്കൊന്ന് പറയാം. CBI-5 അതിന് മുന്നോട്ടുള്ള സീരീസുമൊക്കെ എങ്ങനെയായിരുന്നു എന്നും നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. ഗ്രേറ്റ് മീഡിയാസ്.